പുസ്തക പ്രകാശന പരിപാടി ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് ബഷീർ ചുങ്കത്തറ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള NN സുരേന്ദ്രൻ മാഷിൻ്റെ 2 പുസ്തകങ്ങളാണ് ഈ ചടങ്ങിൽ പ്രകാശനം നടത്താൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പുസ്തകം കെട്ടുപോയ സന്ധ്യയുടെ ആത്മഹത്യാക്കുറിപ്പ്, കവിതാ സമാഹാരമാണ്. രണ്ടാമത്തെ പുസ്തകം ലളിതം ദീപ്തം സർഗാത്മകം. NN സുരേന്ദ്രൻ മാഷ് അധ്യാപകനാണ്, പ്രസാധകനാണ്, കവിയാണ്. ഈ അധ്യാപക ജീവിതത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ ലളിതം ദീപ്തം സർഗാത്മകം. അത് വളരെ സ്വീകാര്യത കിട്ടിയൊരു ബുക്കാണ്. അതിൻ്റെ 4ാം പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ കടമ ഇതിൽ പങ്കെടുക്കുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഈ ഒന്നാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ P. സോമൻ, ഞങ്ങളുടെ സാംസ്കാരിക രംഗത്തെ വളരെ ശ്രദ്ധേയമായൊരു മുഖമാണ്. സാഹിത്യ നിരൂപകനാണ്, പ്രഭാഷകനാണ്. ഡോക്ടർ P. സോമനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ പുസ്തകം സ്വീകരിക്കുന്നത് പ്രശസ്ത കവിയും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള വിനോദ് വൈശാഖിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനെത്തിയിട്ടുള്ള ബിനു ജനാർദ്ദനനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം കവിയാണ്, സിഡാലിലെ സയൻറ്റിസ്റ്റാണ്. ലളിതം ദീപ്തം സർഗാത്മകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് എഴുത്തുകാരനും പ്രസാധകനും സാഹിത്യ വിമർശകനുമായിട്ടുള്ള ഡോക്ടർ M. രാജീവ് കുമാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ജെസ്സി നാരായണനാണ്. മാധ്യമപ്രവർത്തകയാണ്, മലയാളം പള്ളിക്കൂടം എന്ന ശ്രദ്ധേയമായ സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. അവരെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ എഴുത്തുകാരൻ സുരേന്ദ്രൻ മാഷ് ഔപചാരികത അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പുസ്തക പ്രകാശനം, 2 പുസ്തകത്തിൻ്റെയും പ്രകാശനം ഒരുമിച്ച് നടക്കുകയാണ്. പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ P. സോമനെയും ഡോക്ടർ M. രാജീവ് കുമാറിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പുസ്തകം ഏറ്റുവാങ്ങാൻ വിനോദ് വൈശാഖിയും ജെസ്സി നാരായണനെയും സ്നേഹപൂർവ്വം വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ സുഹൃത്തുക്കളെ, ഇത് കവിതാ പുസ്തകമാണ്. ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത കൃതികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കവിതകളാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കവികളുടെ എണ്ണം വളരെയേറെ കൂടി വരികയാണ്. സന്തോഷം. ഭാഷയെന്ന് പറയുന്നത് ആശയവിനിമയ ഉപാധിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആശയരൂപമായ അല്ലെങ്കിൽ ഭാഷാരൂപമായ കവിതയും ആശയവിനിമയ ഉപാധിയാണ്. ആരുടെ ആശയമാണ് വിനിമയം ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം. അത് ഭരിക്കുന്നവൻ്റെ ആശയമാണോ, ഭരിക്കപ്പെടുന്നവൻ്റെ ആശയമാണോ, അതല്ല വേട്ടക്കാരൻ്റെ ആശയമാണോ, ഇരയുടെ ആശയമാണോ, ഏത് ആശയമാണ് ഭാഷയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഭാഷയെ പ്രശ്നവൽക്കരിക്കുന്നത്. ഈ കൃതിയിൽ ഇരകളുടെ ശബ്ദമാണ് കവിതാരൂപത്തിലേക്ക് സുരേന്ദ്രൻ നമ്മളോട് വിനിമയം ചെയ്യുന്നത്. നമ്മുടെ നാട് കടന്നു പോകുന്ന വീക്ഷണമായൊരു ലോകം ഇതിലൂടെയാണ്, അതിൻ്റെ ചിത്രങ്ങളാണ്, അത് കവിയുടെ മനസ്സിൽ സൃഷ്ടിച്ച പ്രതികരണങ്ങളാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഈ കവിത പ്രകാശനം ചെയ്യുന്നതിൽ ഉള്ള സന്തോഷമുണ്ട്. ഇങ്ങനൊരു കവിത രചിച്ചതിന് NN സുരേന്ദ്രനെ ഞാൻ അഭിനന്ദിക്കുന്നു. കെട്ടുപോയ സന്ധ്യയുടെ ആത്മഹത്യാക്കുറിപ്പെന്ന് പറയുന്ന
പേരിലൊരു കവിത ഇതിനകത്തില്ല. പക്ഷേ ഇതിൽ ഒരു കവിതയിലെ വരികളാണ് അദ്ദേഹം ഇതിൻ്റെ തലവാചകമായി കൊടുത്തിരിക്കുന്നത്. നന്ദി. ശ്രീ വിനോദ് വൈശാഖി നിങ്ങളോട് സംസാരിക്കുന്നു. NN സുരേന്ദ്രൻ മാഷ് കേരളീയ അധ്യാപക ജീവിതത്തിലെ നമ്മൾ മറിക്കുന്ന പുസ്തകത്തിലെ ഒരു ഏട് പോലെ ഏറ്റവും മനോഹരമായ ഒരു ശബ്ദമാണ്. പൂക്കളുടെ കവിളിൽ ചുംബിച്ച ചിത്രശലഭത്തിൻ്റെ ആഹ്ലാദമാണ് കവിത എന്ന് പറയാം. വെടിയുണ്ടകൾക്ക് മുമ്പിൽ അർത്ഥനഗ്നനായി നിന്ന ഒരു ഫക്കീറിൻ്റെ മനസ്സാണ് കവിത എന്നും പറയാം. രണ്ടും പ്രതിരോധമാണ്, പ്രകൃതിയുടെ പ്രതിരോധവും മനുഷ്യൻ്റെ പ്രതിരോധവും. കുമാരനാശാൻ എങ്ങനെയാണോ അധ്യാരോപം നടത്തിയത്, എങ്ങനെയാണോ മനുഷ്യ ജീവിതത്തെ അവതരിപ്പിച്ചത്, അതിൻ്റെ തുടർച്ചയായി നിന്നുകൊണ്ടാണ് സുരേന്ദ്രൻ മാഷും കവിതയെ സമീപിക്കുന്നത്. പൂക്കളുടെ ആത്മാവെന്നൊരു കവിതയുണ്ട്. ഒരു വയലറ്റ് പൂവ് ഇരുട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നു. പൂവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഉറവ പൊടിയുന്നു. പൂവിൻ്റെ ആത്മാവ് ഇരുട്ടിൻ്റെ കതകുകൾ വലിച്ചടയ്ക്കുന്നു. അതിൻ്റെ ലിംഗവും കൈകാലുകളും ഛേദിക്കുന്നു. ഇരുട്ട് കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പണി ഉപേക്ഷിച്ച് പൂവിൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്നു. വെളിച്ചത്തിൻ്റെ വേരുകൾ മുറികൂടുന്നു. മഴവില്ലിൽ ഞാത്തിയിട്ട തൊട്ടിലിൽ പൂക്കളുടെ ആത്മാവുകൾ മെല്ലെ ഇളകിയാടുന്ന ഒരു കാലം വരും. ചത്ത ഒച്ചകൾ അപ്പോൾ കലപില ഉച്ചയുണ്ടാക്കി പൂക്കളെ താലോലിക്കും. ചത്ത ഒച്ചകൾ കലപിലയുണ്ടാക്കുക എന്ന പുതിയ കാലത്തിൻ്റെ ലോകത്തിലേക്കാണ് സുരേന്ദ്രൻ മാഷ് സഞ്ചരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ നല്ല കാലത്തിൽ നിലനിൽക്കുന്ന ഇന്ത്യയാണോ എന്ന ചോദ്യത്തിന് നമ്മൾ ഒരു മോശപ്പെട്ട കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാം. സുരേന്ദ്രൻ മാഷ് പറയുന്നത്, കവിതയിലൂടെ പറയുന്നത് മിത്തല്ല, ചരിത്രവൽക്കരണമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നാണ്. ജയിച്ചവർ ചരിത്രം എഴുതുമ്പോൾ തോറ്റവർ കവിത എഴുതുന്നു. അങ്ങനെ തോറ്റവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തോറ്റവരാണ് നാളെ പ്രതിരോധത്തിൻ്റെ ഭാഷയുണ്ടാക്കുന്നത് എന്ന് മാഷ് സൂചിപ്പിക്കുകയും തോറ്റവരുടെ തോളിൽ കൈയിടുന്നവരാണ് നല്ല മനുഷ്യനെന്നും അതുകൊണ്ട് ഞാൻ തോറ്റവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു കവിയാണെന്നും ഇരുട്ടിൽ മുങ്ങുന്നൊരു ലോകത്ത് ഒരു ചെറു മിന്നാമിനുങ്ങ് പോലും നല്ലൊരു കച്ചിത്തുരുമ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ONV സാറ് പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം. ഭൂമിയുടെ രക്തം കുടിച്ച പലർക്കും അവസാനത്തെ ഒരു ദാഹമുണ്ടാകുന്നു, ഒടുക്കത്തെ ദാഹം. അതുകൊണ്ട് തൻ്റെ ഭൂമിക്ക് അച്ചുതൊണ്ടൊടിഞ്ഞുപോയി എന്ന് സുരേന്ദ്രൻ മാഷും എഴുതുന്നു. അച്ചുതൊണ്ട് ഒടിഞ്ഞ ഭൂമിയെ പറ്റിയുള്ള ഒരു കവിത എഴുതുന്നു. ഒരു നാൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ വീട്ടിലാരെയും കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, അച്ഛനമ്മമാർ അപ്രത്യക്ഷരായിരിക്കുന്നു. അടുക്കളയിൽ ശൂന്യത അനുഭവപ്പെടുന്നു. ഒച്ച അനക്കങ്ങളൊന്നുമില്ലാത്ത ഒരു അടുക്കളയെയും അതിനേക്കാൾ അനക്കമില്ലാത്ത ഒരു മുറ്റത്തെയും നമ്മുടെ പുതിയ കാലത്തെയും ചിത്രീകരിച്ചുകൊണ്ട് കെട്ടുപോയ സന്ധ്യ ആത്മഹത്യാ കുറിപ്പ് എഴുതുകയാണ്. ശരിക്കും ആ സന്ധ്യയെ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമം നമുക്ക് NN സുരേന്ദ്രൻ മാഷിലൂടെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റുവാങ്ങിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. നമസ്കാരം. അടുത്തതായി ഡോക്ടർ M രാജീവ് കുമാർ നിങ്ങളോട് സംസാരിക്കുന്നു. ശ്രീ NN സുരേന്ദ്രൻ്റെ ലളിതം ദീപ്തം സർഗാത്മകം എന്ന പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചുള്ളൂ. സുരേന്ദ്രൻ മാഷുമായിട്ട് ഏതാണ്ട് 10-20 കൊല്ലത്തെ അടുപ്പം എനിക്കുണ്ട്. ഇത് മലപ്പുറം ജില്ലയിൽ വെച്ചുള്ള അടുപ്പമാണ്, പ്രത്യേകിച്ച് മഞ്ചേരി. അദ്ദേഹം അന്ന് അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരു സംഘത്തിൽ അങ്ങനെ
അധ്യാപന കാലയളവിൽ തന്നെ അങ്ങനെ ഒരു മാറ്റം ആക്കി ഒരു പ്രത്യേക സെല്ലിൽ മേധാവിയായിരുന്ന കാലഘട്ടത്തിലാണ്. ഏറ്റവും മികച്ച അധ്യാപകനായിട്ടാണ് മഞ്ചേരിയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധപ്പെടുത്തിയത് അക്കാലത്ത് ഞാനാണ്. അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 12,000 പേരാണ് പങ്കെടുത്തത്. അത്രമാത്രം ബഹുജന പിന്തുണയുള്ള ഒരു അധ്യാപകനാണ് NN സുരേന്ദ്രൻ. അദ്ദേഹം ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് പ്രസാധനത്തിലേക്ക് കടന്നു. പ്രസാധനത്തിലേക്ക് കടക്കുമ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുസ്തകമേളകൾ നടത്തുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. അടിസ്ഥാനപരമായി കവിയാണ് ശ്രീ NN സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടം മുതൽക്കുള്ള കവിത ആരംഭിച്ച കാലഘട്ടം മുതൽക്കുള്ള കവിതകളൊക്കെ ഹൃദിസ്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുക. ഒരു മുട്ടിന് കവിത പറഞ്ഞു പോകുന്നു. അദ്ദേഹം സ്വന്തം അനുഭവങ്ങൾ എഴുതിയിരിക്കുകയാണ് ലളിതം ദീപ്തം സർഗാത്മകം എന്ന കൃതി. ഈ അനുഭവങ്ങൾ ഓരോന്നും വളരെ രസനീയമാണെന്ന് മാത്രമല്ല മനസ്സിൽ തട്ടുന്നതുമാണ്. കാരണം ഇത്രയും സുദീർഘമായ 40 വർഷത്തെ അനുഭവത്തിൻ്റെ ലാവണ്യം മനസ്സിൽ ഉറന്നുകൂടിയ അങ്ങനെ ഒരു സ്മരണയായി പിന്നീട് വന്ന ഒരു പുസ്തകമാണിത്. ഒരു അധ്യാപകൻ്റെ ഓർത്തെഴുത്ത് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ. ഭാഷാപ്രയോഗത്തിൽ അദ്ദേഹം കാണിക്കുന്ന പ്രത്യേകമായ ശ്രദ്ധയും പുതുമയും ഒക്കെ ഈ ഓർത്തെഴുത്ത് എന്ന പദത്തിൽ തന്നെ കാണാം. മലയാളത്തിൽ അത് അധികം പ്രചാരത്തിലില്ലാത്ത ഒന്ന്, സ്മരണയെന്നും ഒക്കെയാണ് സാധാരണഗതിയിൽ പറഞ്ഞത്. ഓർത്ത് എഴുതുന്ന കാര്യത്തെ ഓർത്തെഴുത്ത് എന്ന രീതിയിലാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ശീർഷകത്തിൽ തന്നെ ഒരു വ്യതിരിക്തതയുണ്ട്. 21 ചെറിയ ഖണ്ഡങ്ങളിലൂടെ അധ്യാപന ജീവിതത്തിൻ്റെ വൈവിധ്യമുള്ള മേഖലകളെ സാധാരണ ഭാഷയിൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വ്യക്തമാക്കുന്ന വിധത്തിൽ, മനസ്സിലാകുന്ന വിധത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ളത് മനുഷ്യനെ തൊടുന്ന ലേഖനങ്ങളാണ്. പരസ്പരം നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആ ലേഖനത്തിലുണ്ട്, ഇത് 4ാം പതിപ്പാണ്. എന്നാൽ ആ പുസ്തകം അത്രമാത്രം പ്രചാരത്തിലെത്തി എന്നുള്ളതിന് തെളിവാണ് ഈ 4ാം പതിപ്പിലേക്ക് കടക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും അധ്യാപകനും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എന്ന് മാത്രമേ ചുരുക്കത്തിൽ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. വളരെ നിരന്തരമായി സാഹിത്യരചന നടത്തിക്കൊണ്ടിരിക്കുന്ന NN സുരേന്ദ്രൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഈ സന്ദർഭം വളരെ അഭിമാനപൂർവ്വം ഓർത്തുകൊണ്ട് ഈ എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു, വിരമിക്കുന്നു. അടുത്തതായി ജെസ്സി നാരായണൻ. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭയുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ മേളയിൽ ഈ പുസ്തകങ്ങളുടെ പ്രളയത്തിനിടയിൽ ഈ മഹനീയമായ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തക പ്രകാശന പരമ്പരയ്ക്കിടയിൽ എൻ്റെ നാട്ടിൽ നിന്നും 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും എൻ്റെ ഗുരുനാഥൻ കൂടിയായ NN സുരേന്ദ്ര സാറിൻ്റെ പുസ്തകങ്ങൾ 40 വർഷങ്ങൾക്ക് പിന്നിലേക്ക് എൻ്റെ ഓർമ്മകൾ പോവുകയാണ്. സുരേന്ദ്രൻ മാഷാണ് ഞങ്ങളെ വായനയുടെ ലോകത്തേക്ക്, പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകങ്ങൾ ഗ്രാമാന്തരങ്ങളിലൂടെ തലയിൽ ചുമന്ന് നടന്ന് ഓരോ വീടുകളിലും കയറിയിറങ്ങി പുസ്തകം വിറ്റ ഓർമ്മകൾ, സാറിൻ്റെ പിന്നാലെ ഞങ്ങളും പുസ്തക ചുമടുകളുമായി നടന്നത് ഓർമ്മ വരികയാണ്. സുരേന്ദ്രൻ മാഷിൻ്റെ ജീവിതം തന്നെയാണ് ലളിതം ദീപ്തം സർഗാത്മകം പറയുന്നത്. ഈ പുസ്തകം എനിക്ക് വായിക്കേണ്ട കാര്യമില്ല, കാരണം സാറിൻ്റെ ജീവിതം 40 വർഷത്തോളം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് നടന്നുപോയ വഴികളിലെ ഓരോ മണൽത്തരിയും എനിക്കും പരിചിതമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപകൻ്റെയും ഒരു എഴുത്തുകാരൻ്റെയും ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെയും ഒക്കെ ജീവിതമാണ് ഇവിടെ പകർത്തി വയ്ക്കുന്നത്.
ഞങ്ങളുടെ നാട് ഏറ്റവും കുഗ്രാമങ്ങളിൽ കൂടെ ഉള്ള ഒരു പ്രദേശമാണ്. കോഴിപ്പാറ മലയുടെ അടിവാരം. അവിടെ പുസ്തകങ്ങൾ കടന്നു വരുന്നത് സുരേന്ദ്രൻ മാഷിൻ്റെ കൈകളിലൂടെയാണ്. പേരിനൊരു വായനശാല മാത്രമുള്ള ആ ഗ്രാമം. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് 2 പുസ്തകങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് വന്ന് പ്രകാശിതമാകുന്നത് 50 വർഷങ്ങൾക്ക് ശേഷം. ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു ഇത്. എല്ലാവർക്കും നന്ദി, സന്തോഷം. ബിനു ജനാർദ്ദനൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ NN സുരേന്ദ്രൻ മാഷ്, വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, ശ്രീ സുരേന്ദ്രൻ മാഷിനെ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അദ്ദേഹം കണ്ണൂർ ഒരു പുസ്തകമേളയിൽ പങ്കെടുക്കുകയും ഞാൻ വളരെ രാത്രിയേറെ വൈകി പുസ്തകമേള സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റാളിൽ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം എന്നെയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. അപ്പോൾ ആ പുസ്തകങ്ങൾ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ശ്രദ്ധ വീണത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ തലക്കെട്ടുകളാണ്. ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കവിത കത്തുന്നിടം. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച പുസ്തകമാണ് കവിത കത്തുന്നിടം. ആ പേര് എന്നെ വളരെ വല്ലാതെ ആകർഷിച്ചു. അപ്പം ഞാൻ പതിയെ പുസ്തകമെടുത്തു, പുസ്തകത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പോയി. പിന്നീട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ തലക്കെട്ടെല്ലാം വളരെ മനോഹരമാണ്. കെട്ടുപോയ സന്ധ്യയുടെ ആത്മഹത്യാക്കുറിപ്പ്, അതുപോലെ തന്നെ കവിത കത്തുന്നിടം, ലളിതം ദീപ്തം സർഗാത്മകം, ഇത്തരം പുസ്തകങ്ങൾ നമ്മൾ ഒരു പരിചിതമല്ലാത്ത ഒരു എഴുത്തുകാരനെ കാണുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങി ഞങ്ങൾ പരിചയപ്പെട്ടു. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കുറേയേറെ കവിതകൾ വായിച്ചു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം ആദ്യമായി തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അദ്ദേഹം പെൻഷൻപട്ടി അധ്യാപകനായിരുന്നു. പെൻഷൻപട്ടി ഒരു പുസ്തക ഇതുമായിട്ട് നടക്കുന്നു. ബോധി എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ നടത്തുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ക്ഷുഭിത യൗവനത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുടനീളം തോറ്റവർക്ക് വേണ്ടിയിട്ടുള്ള കവിതകളാണ്. തോറ്റവരോടൊപ്പം നിൽക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ടു പോയതിനു വേണ്ടിയിട്ട് എഴുതുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് കൂടുതലുമുള്ളത്. ഇത്തരം മനോഹരമായ കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടി ഉടനീളം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കവിതയല്ല, എല്ലാ കവിതകളും ഒത്തുചേർന്ന് വരുമ്പോൾ ഒരു മനോഹരമായ വലിയൊരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതാ പുസ്തകങ്ങളും എന്നാണ്. അദ്ദേഹം നമ്മളുടെ സുഭാഷ് ചന്ദ്രൻ്റെ ശ്രീ മനുഷ്യനൊരാമുഖം എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നൊരു വാചകമുണ്ട്. അതായത് മനുഷ്യജീവികൾ അവർ പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു പോകുന്ന ജീവികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത്, പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു വീഴുന്ന മനുഷ്യർ എഴുത്തുകാരാണ്. കാരണം അവരുടെ അനുഭവങ്ങളും അവരുടെ ചിന്തകളും അവർക്ക് ഒരിക്കലും എഴുതി തീരാൻ പറ്റാത്തത്രമാത്രം ഉണ്ടാവും ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ച് കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നോവലുകളെക്കാളൊക്കെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതൊരു വളരെ പെട്ടെന്ന് നമ്മളുടെ ക്ഷോഭങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധങ്ങളെ ഒരു 2-3 വരികളിൽ നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ എഴുതുന്ന കവിതകളാണ് ശ്രീ സുരേന്ദ്രൻ മാഷിൻ്റെ കവിതകൾ. അദ്ദേഹം ഇനിയും വളരെയേറെ എഴുതി നല്ല നല്ല കവിതകൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ അദ്ദേഹം പ്രകാശനം ചെയ്യട്ടെ. വളരെയേറെ
കവിതകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടി പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. ആശംസയാണ്. ഇനി ഈ മുൻനിരയിലിരിക്കുന്ന ഒരു നൗഷാദ് മാഷ് എൻ്റെ പഞ്ചായത്തിലുള്ള ഒരു കവിയാണ്. ഇവിടുന്ന് ഇപ്പം യാദൃശ്യമായിട്ട് അദ്ദേഹം കയറി വന്ന് അവിടെ ഇരുന്നതാണ്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നൗഷാദ് മാഷ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം സഹൃദയരെ. ഈ യാദൃച്ഛികത ഭാഗ്യമാകുന്നൊരിടത്താണ് ഞാനെന്ന് തോന്നുന്നു. ഇവിടെ സാറിൻ്റെ പുസ്തക പ്രകാശനമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കേരളീയം കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ്. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു. സാറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോലെ വളരെ ലളിതമായ ജീവിതവും ലളിതമായ ഭാഷയുമുള്ള ഒരു വലിയ കവിയാണ് സാറെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും കൊച്ചു വാക്കുകൾ കൊണ്ട്, സങ്കീർണമല്ലാത്ത ലളിതമായ പദം കൊണ്ട് വിപുലമായ ആശയങ്ങൾ പകർന്നു നൽകുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട്, മഹത്തായ ആഖ്യാനമുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഉത്തരോത്തരം ഉത്കർഷങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഇനി എൻ്റെ ഊഴമാണ്. 2.5 മിനിറ്റ്, പിന്നെ ഒരു 4-5 മിനിറ്റ് അടുത്ത പ്രകാശനത്തിൻ്റെ സമയം ഒരുക്കമാകുമ്പോഴത്തേക്ക് 2-3 മിനിറ്റും കൂടി ഞാൻ അപഹരിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 2 പുസ്തകങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒരു ജന്മത്തിലെ അനുഭവങ്ങൾ, കുറച്ചനുഭവങ്ങൾ എഴുതിയൊരു പുസ്തകമാണ് ലളിതം ദീപ്തം സർഗാത്മകം. ആ പുസ്തകം, ഞാനൊരു നല്ല അധ്യാപകനൊന്നും ആയിരുന്നില്ല. ആരെന്ത് പറഞ്ഞാലും നല്ലൊരു അധ്യാപകനാണെന്ന അവകാശവാദമൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷെ ഞാൻ ഏറ്റവും അവഗണിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എൻ്റെ കൂടുതൽ സമയം ചെലവഴിച്ചു എന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ട്. ഞാൻ ആദ്യ ദിവസം തന്നെ സർവീസിൽ കയറി ആദ്യ ദിവസം ഒപ്പിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ക്ലാസ്സിൽ ചെന്നപ്പോൾ കണ്ട ചില ചിത്രങ്ങൾ, അതെൻ്റെ 34 വർഷത്തെ അധ്യാപന അനുഭവങ്ങളെ ഇത്തരത്തിലേക്ക് മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പഠിക്കുകയും നല്ല വസ്ത്രം ധരിച്ചു വരികയും ചെയ്യുന്ന കുട്ടികളെ മാത്രം വിളിച്ച്, അവരുടെ അധ്യാപികയുടെ അടുത്തേക്ക് വിളിച്ച് അവരെ ഓമനിക്കുകയും അവരോട് കുശലം പറയുകയും അവരെ പ്രത്യേകമായി പഠിപ്പിക്കുകയും, അല്ലാതെ നമ്മുടെ നാട്ടിൽ പറയുന്ന മൂക്കളെ ഒലിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, അങ്ങനെ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് ഈ ട്രൗസറിൻ്റെ ബട്ടനൊക്കെ പൊട്ടിയ അത്തരത്തിലുള്ള കുട്ടികളെ ഒക്കെ അടുത്ത് വിളിച്ചും അവർക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നിയ ഒരു അധ്യാപകനാണ് ഞാൻ. 4ാം ക്ലാസ്സിൻ്റെ പിൻബെഞ്ചിലിരുന്ന് ഉറക്കം തൂങ്ങിയ കുട്ടിയെ ബാലകലാമേളയിൽ സ്റ്റേറ്റ് ലെവലിൽ 4ാം സ്ഥാനത്ത്, കവിത ചൊല്ലി 4ാം സ്ഥാനത്ത് ആ കുട്ടി BSc പാസ്സായി പോയി. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നെ കണ്ടാൽ എൻ്റെ മികച്ച കുട്ടികൾ, എൻ്റെ ക്ലാസ്സിലെ മികച്ച കുട്ടികൾ എന്ന് പറയുന്ന ആളുകളൊന്നും ഇപ്പോഴും അവർ പല നിലയിലെത്തിയിട്ടുണ്ട്. അവരാരും എന്നെ കണ്ടാൽ ഒരു പക്ഷേ എന്നെ വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞാൻ അവരുമായിട്ടല്ല അടുത്ത് പെരുമാറിയത്. എന്നാൽ നിങ്ങളെല്ലാം അറിയുന്ന, ഇവിടെ ഉള്ള എല്ലാ മനുഷ്യരും അറിയുന്ന കുട്ടികളെയും അത്തരത്തിലുള്ള ആളുകളെ, ഇന്നും വലിയവരായ ആളുകളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിപ്പ കണ്ടുപിടിച്ച ഡോക്ടർ അനൂപ് കുമാർ എൻ്റെ ശിഷ്യനാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ഇതേപോലെ തന്നെ കവിത ചൊല്ലിച്ച് പിന്നെ സമ്മാനം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നില്ല, എന്നാൽ അഭിമാനമുണ്ട് ഞാൻ എൻ്റെ അധ്യാപന വൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് തന്നെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ,
എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ, ഇപ്പോൾ ഒരു വേറൊരു ജന്മമാണ്, ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ളൊരു രണ്ടാം ജന്മത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജന്മം അധ്യാപകൻ എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഒരു പ്രസാധകൻ എന്ന നിലയിലാണ്. ഞാൻ രാജീവ് കുമാർ സാർ പറഞ്ഞ പോലെ മഞ്ചേരിയിൽ ജോലി ചെയ്യുമ്പോൾ ആ സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും സാഹിത്യ സൃഷ്ടി നടത്തി 40,000-ലധികം പേജുള്ള മെഗാ മാഗസിൻ, വലിയൊരു മാഗസിൻ, 157 വോള്യങ്ങളുള്ള വലിയൊരു മാഗസിൻ, കയ്യെഴുത്ത് മാഗസിൻ നിർമ്മിച്ചു. സഞ്ചരിക്കുന്ന മാസികയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അതിൽ പങ്കാളികളായിട്ടുണ്ടോ? അത്തരം സർഗാത്മക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സഞ്ചരിക്കുക, ഒരു സ്കൂളിൽ നിന്ന് മാഗസിൻ അടുത്ത സ്കൂളിൽ കൊണ്ടു കൊടുക്കുക, അവിടുത്തെ പ്രകാശനവും സ്വീകരണവും എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത സ്കൂളിൽ കൊണ്ടു കൊടുക്കുക. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള അവസരം എൻ്റെ അധ്യാപന ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ പുസ്തകം പ്രകാശനം നടന്ന അന്ന് രാത്രിയിൽ 5-6 മണിക്കാണ് അവസാനിച്ചത്. അതിനുശേഷമുള്ള ഒരു 38-48ഓളം ആളുകൾ എന്നെ വിളിച്ചു ഈ പുസ്തകം വായിച്ചിട്ട്. രാത്രി ചെന്ന് മറിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു തോന്നൽ. അതവിടെ നിൽക്കട്ടെ ആ രീതിയിൽ. പിന്നെ ഈ പുസ്തകത്തിൻ്റെ വേറൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, സി രാധാകൃഷ്ണൻ സാറാണ് ഇതിന് അവതാരിക എഴുതിയത്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ അവതാരികയും ചോദിച്ച് ചെല്ലുന്നത്. എന്നെ കുറേ വഴക്ക് പറഞ്ഞു. കാരണം ഞാൻ ഒരു ഓഗസ്റ്റ് 21 ചെന്ന് സെപ്റ്റംബർ 5 പ്രകാശന പരിപാടി നോട്ടീസ് വരെ അടിച്ചിട്ടാണ് അദ്ദേഹത്തിന് അടുത്ത് ചെന്നത്. ഞാൻ വലിയൊരു അവിവേകമാണ് കാണിച്ചത്. ഏതായാലും എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് സാറിന് സമയമുള്ളപ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു പോന്നു. 31-ാം തീയതി, ഓഗസ്റ്റ് 21 കഴിഞ്ഞ് 31-ാം തീയതി വരെ ഡോക്ടർ പറയുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് കണ്ണിനാണ് അസുഖം, പുസ്തകം വായിക്കാതെ അവതാരിക എഴുതാൻ പറ്റില്ലല്ലോ. 31-ാം തീയതി വരെ ഡോക്ടർ പറയുന്നതനുസരിച്ച് രാധാകൃഷ്ണൻ സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അദ്ദേഹം അവിടെ ക്ഷമ ചോദിച്ച് പോവുകയും ചെയ്തു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവതാരിക എഴുതി വച്ചിരിക്കുന്നു എന്ന് വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറയുകയുണ്ടായി. അത് വലിയൊരു സന്തോഷമാണ്. വലിയൊരു എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് 3 ദിവസം കൊണ്ട് അവതാരിക എഴുതി കിട്ടി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ടീം അവർ കാത്തിരിക്കുകയാണ്. ഇനിയും 3-4 മിനിറ്റ്. യെസ്, എങ്കിലും കവിതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കവിത നന്നായി എഡിറ്റ് ചെയ്ത് നന്നായി എഴുതുന്ന ആളൊന്നുമല്ല ഞാൻ. അതും അക്കാര്യത്തിൽ ഞാൻ ഒരു പരാജയമാണ്. എൻ്റെ സുഹൃത്ത് ബിനു ജനാർദ്ദൻ പറഞ്ഞതുപോലെ കവിതയുടെ ടൈറ്റിലിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് ദുരിതമഴ പെയ്യുന്നു എന്നാണ്. അത് ഡൗൺപോർ ഓഫ് മിഷറീസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പുസ്തകമാക്കിയിട്ടുണ്ട്. ഹിന്ദിയിലേക്കും അത് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പുസ്തകം വെന്തെരിയുന്ന വാക്കുകൾ എന്നാണ്. 3 കവിത കത്തുന്നിടം. നാലാമത്തെ കവിതാ സമാഹാരം അഗ്നിചാറിത്തെറിക്കും സ്വരങ്ങൾ. 5-ാമത്തെ പുസ്തകം താളം തെറ്റിയ ജലവഴികൾ. 6-ാമത്തെ പുസ്തകം മഴവില്ലിൽ ഊഞ്ഞാല് കെട്ടി ആടാൻ കൊതിച്ച പെൺകുട്ടി. മറ്റൊരു പുസ്തകം അടുക്കളയിലെ കരിമ്പൂച്ച. ഇപ്പോൾ ഈ കെട്ടുപോയ സന്ധ്യയുടെ ആത്മഹത്യാക്കുറിപ്പ്. എൻ്റെ കവിതയുടെ പേരുകളെ സംബന്ധിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട്. കവിത ഉള്ളടക്കത്തെക്കുറിച്ച് അത് വായിക്കുന്നവരാണ് പറയേണ്ടത്, നല്ലതാണോ ചീത്തയാണോ എന്ന്. ഒരു കാര്യം കൂടി പറയാം. ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ 2020 അടുക്കളയിലെ കരിമ്പൂച്ച എന്ന എൻ്റെ കവിതാ സമാഹാരത്തിൽ കേൾക്കാനുള്ള സൗകര്യം, QR കോഡ് സ്കാൻ ചെയ്ത് കേൾക്കാനുള്ള സൗകര്യം ആ പുസ്തകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയ 3 പുസ്തകങ്ങളിലും ആ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത, ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അധ്യാപകനല്ലെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഒരു 10-20-ലധികം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 10 പുസ്തകങ്ങൾ കാവ്യക്കുരുന്നുകൾ, കഥാമുകുളങ്ങൾ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയും എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ
കാവ്യ അനുഭവങ്ങൾ, സാഹിത്യ അനുഭവങ്ങൾ, കുറേ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റായിട്ട് അതൊക്കെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ ഒരു 2 വരി കവിത ചൊല്ലി അവസാനിപ്പിക്കും. അതിനു മുമ്പായിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന എന്ന കവിത ആദ്യം ചൊല്ലിയിട്ട് എൻ്റെ 2 വരി ചൊല്ലി അവസാനിപ്പിക്കാം. എം ഗോവിന്ദൻ്റെ പ്രാർത്ഥന എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കാലത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് എല്ലാവരും ഓരോ മിനിറ്റ് ബാക്കി വെച്ചാണ് അങ്ങനെ സംസാരം അവസാനിപ്പിച്ചത്. കൃത്യമായ കാലത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ള സമയം നമുക്ക് അനുവദിക്കപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും എം ഗോവിന്ദൻ്റെ പ്രാർത്ഥന. എഴുത്തോ നിന്റെ കഴുത്തോ ഏറെ കൂറേതിനോട് എന്ന് ചോദിച്ചൊരുവൻ നിൻ മുന്നിലെത്തും മുമ്പേ, ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിങ്കലെങ്കിൽ അങ്ങോട്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴുത്തിനോടല്ല കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, എഴുത്തിനോടാണ് എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്നവരും ഇവിടെ മറ്റ് കവികളും ഒക്കെ ഉണ്ട്. എല്ലാവരും എഴുത്തിനോട് കൂറ് പ്രഖ്യാപിച്ച എഴുത്തുകാരാണ്. കഴുത്തിനോട് കൂറ് പ്രഖ്യാപിക്കുന്ന ഒരുപാട് എഴുത്തുകാരുടെ നമ്മുടെ ഇടയിലുണ്ട് എന്നതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ നമ്മളെ സങ്കടപ്പെടുത്തുന്ന സംഗതി. അതുകൊണ്ട് ഈ കെട്ടകാലത്ത് കഴുത്തിനോടല്ല എഴുത്തിനോട് തന്നെയാണ് കൂറ് പ്രഖ്യാപിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 2 വരി ഭയത്തിൻ്റെ ശില്ലകൾ, അതൊരു പെട്ടെന്ന് ഓർമ്മ, ഭയത്തിൻ്റെ ചില്ലകൾ പടർന്നു പന്തലിക്കുന്നു, ഭയം ഒരു രാജ്യമായി മാറുന്നു, ഭയം ഒരു രാജ്യമായി മാറുന്നു. ഭയം ഒരു രാജ്യമായി മാറുന്ന കാലത്താണ് നമ്മൾ ഈ പുസ്തകമേളയും പുസ്തക ചർച്ചയുമൊക്കെ നടത്തുന്നത്. തീർച്ചയായും ഭയം നമ്മളിൽ നിന്ന് വിട്ടകലുന്ന ഒരു കാലം വരികയും, പലപ്പോഴും പണ്ട് കാലം മുതലേ പറയുന്നത് അന്യരുടെ സംസാരം ഒരു സംഗീതം പോലെ ആസ്വദിക്കുന്ന കാലം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, സാഹിത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് പ്രത്യേകം ക്ഷണിക്കാതെ തന്നെ എത്തിയ ഒട്ടേറെ സഹൃദയരായ ഒട്ടേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രസാധകരടക്കം ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.